അശ്ശിർക്കു ബില്ലയാണ്. ശരി, രണ്ടാമത് എണ്ണിയത് എന്താണ്? ഷിർക്കിന്റെ ഏറ്റവും മാരകമായ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നത് രണ്ടാമത്തതിലാണ്. ഏതാണത്? സിഹർ. സിഹർ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? ആർക്കും പറഞ്ഞു തരേണ്ട മാട്ടും മാരണങ്ങളും ചാത്തൻ സേവയും ഇന്ന് നമ്മുടെ നാടിന്റെ ഭാഗമായിരിക്കുകയാണ്. ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ ശൈത്താൻ സേവ തന്നെ. സിഹർ ചെയ്യാത്തവരും സിഹർ ചെയ്തതിന് തിരിച്ചു ചെയ്യാത്തവരും മറിച്ച് ചെയ്യാത്തവരും ഒക്കെ വളരെ കുറവാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് സൽക്കാരത്തിന് വേണ്ടി വന്നപ്പോൾ പെൺകുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു ചെറിയ മുഖവ്യത്യാസം. എന്താ മോളെ, എന്തേലും ഉണ്ടെങ്കിൽ പറയാം. ഉമ്മ ചോദിക്കണം. ഒന്നുമില്ല അമ്മ, വളരെ സുഖമാണ്, സന്തോഷമാണ്. പിന്നെ എന്താണ് കുട്ടിക്കുള്ളത്? ഇത്രയും കാലം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാത്തത് കൊണ്ടുണ്ടായ ഒരു ഗൃഹാതുരത്വം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും പറയും എന്തേലും ഉണ്ടാവുന്ന. എന്നിട്ട് പിന്നെ പുതിയാപ്പിള പോകുമ്പോൾ ഇന്ന് ഓള് പോണ്ട, ഓള് 2 ദിവസം ഇവിടെ നിന്നോട്ടെ. എന്തിനാ? ഒന്നുമില്ല, വെറുതെ 2 ദിവസം. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ 2 ദിവസം മനമില്ലാതെ നിർത്തി. അങ്ങനെ കുത്തി കുത്തി ചോദിച്ച് എന്തോ വിഷമമുള്ള പോലെ ആക്കി കുറെ പരാതികൾ സ്വന്തം ഉണ്ടാക്കി, ഇല്ലാത്ത ഊഹങ്ങൾ ഉണ്ടാക്കി. ഒരു പെൺകുട്ടിയുടെ ഭാവി അസ്തമിക്കാൻ പോവുകയാണ്. അടുത്ത ശ്രമം എന്താണ് സഹോദരങ്ങളെ? ഇവരുടെ മനസ്സു മാറാൻ പിന്നെ ചെയ്യേണ്ടത് സിഹറാണ്. നാട്ടിലെ ഏറ്റവും ദുർമന്ത്രവാദിയെ കണ്ട് പിശാചുക്കളെ ആരാധിച്ചും പൂജിച്ചും അവരെ പ്രസാദിപ്പിച്ചും ഏത് മതത്തിന്റെ ആളുകളാണെങ്കിലും ശൈത്താനിന് സംതൃപ്തകരമായ കാര്യങ്ങൾ ചെയ്ത് പൈശാചികമായ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പോലെ പറഞ്ഞതുപോലെ യുഫർരിഖു ബൈനൽ മർഇ വ സൗജിഹി, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുവാൻ, ആളുകളെ ഉപദ്രവിക്കുവാൻ, ദ്രോഹിക്കുവാൻ, രോഗവും വിഷമങ്ങളും വരുത്തുവാൻ സിഹർ ചെയ്യുക. ഇത് ആരംഭ കാലഘട്ടങ്ങളിൽ തന്നെ കണ്ടുവരുന്ന മഹാപാതകമാണ് സഹോദരങ്ങളെ. ഈ പാതകങ്ങളിലും പ്രധാന പൂജ പിശാചിന് തന്നെയാണ്. ഉയിഞ്ഞിട എന്താ ഉയിഞ്ഞിട? 1 രൂപ നാണയം പിശാചിന് ഉയിഞ്ഞിട. പിശാച് തൽക്കാലം സംതൃപ്തനാകാൻ കോഴി അറുത്ത് അതിന്റെ രക്തം കൊടുക്കുക പിശാചിനുള്ള ബലിയാണ്. പിശാചിന് ബലിയും പിശാചിന് ആരാധനയും പിശാചിന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്തു പിശാചിനെ പ്രസാദിപ്പിക്കുന്ന തനിച്ച ശിർക്കിന്റെ സമ്പ്രദായങ്ങൾ ഇന്ന് തൗഹീദിന്റെ ഏറ്റവും സത്യസന്ധമായ മതത്തിലേക്കും ആളുകൾ കടത്തിക്കൂട്ടി വരും. ഷിർക്കിന്റെ എല്ലാ അവസ്ഥകളും. പിന്നെ ഹോട്ടൽ തുറന്ന് ക്യാഷ്യർ ഇരിക്കാൻ തൊട്ടു മേലെ ഒരു പലകം. എന്താണ് ഈ പലകം? കുരുത്തക്കേട് തട്ടാതിരിക്കാൻ, ബർക്കത്തുണ്ടാകാൻ, കച്ചവടത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ. പിന്നെ അഭിവൃദ്ധി ഉണ്ടായാലോ അത് എഴുതി തന്നോനും എഴുതി വെച്ചോനൊക്കെയാണ് ക്രെഡിറ്റ്. കച്ചവടം 4ാമത്തെ മാസം പൂട്ടിയാലോ ആ ഫലകവും കൂടെ എടുത്തുകൊണ്ടുപോയാൽ ആരും അതിനെക്കുറിച്ച് ഒന്നും പറയണില്ല. അള്ളാഹുവിനോട് അവൻ കരഞ്ഞു പ്രാർത്ഥിക്കും. അള്ളാഹു എന്തെങ്കിലും കൊടുത്താൽ ഇതാഹും യുശ്രികൂൻ, അവരെന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്നതാണ്. എല്ലുകൾ മുഴുവനും മുറിഞ്ഞ് ഇനി ഒരിക്കലും ജീവിതമില്ലെന്ന് ഗൾഫിൽ നിന്ന് ഫോൺ വന്ന സുഹൃത്തിനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് നേരെ എന്ത് ചെയ്തു? നാട്ടിലേക്ക് എത്തിച്ചു. വിദഗ്ധമായ ചികിത്സയിലൂടെ അയാളുടെ എല്ലുകൾ യോജിച്ചു വന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി പുറത്തിറങ്ങി. കണ്ട് സലാം പറഞ്ഞ് എന്തൊക്കെ വർത്താനം ചോദിച്ചപ്പോൾ എന്താ എന്നെ രക്ഷപ്പെടുത്തി. ആര് രക്ഷപ്പെടുത്തി സഹോദരങ്ങളെ? അയാൾ അൽഹംദുലില്ലാഹ് എന്ന് 1000 വട്ടം പറയേണ്ട മനുഷ്യൻ അദ്ദേഹം പറയുന്നത് എത്തിയപ്പോ തന്നെ പെരക്കാര് ഇന്ന ഒരു മക്കാമുക്ക് നേർച്ചയാക്കി. ആ നേർച്ചയാക്കിയിട്ടാണ് ഞങ്ങൾ ആസ്പത്രിക്ക് പോയത്. അതോടുകൂടി അതൊക്കെ സുഖമായി കിട്ടിയതാണ്. നോക്കിങ്ങൾ, അന്ന് ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മാതാവും പിതാവും ബന്ധുമിത്രാദികളും എല്ലാം ശ്വാസം നിലച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിലച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ മനോവേദനയോട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. മുറിഞ്ഞ എല്ലുകൾ കൂട്ടി യോജിപ്പിച്ചു വെക്കുക മാത്രമാണ് സഹോദരങ്ങളെ വൈദ്യശാസ്ത്രം ചെയ്തത്. അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും മുഴുവൻ ചെയ്തത്, അതിൻ്റെ എല്ലാ കഴിവും ബുദ്ധിയും നൽകിയത് അള്ളാഹുവാണ്. നന്ദി ചെയ്യേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക്. ജീവിതത്തിൽ സമ്പാദ്യമുണ്ടായി, ആദ്യത്തെ കാറ് വാങ്ങി, ബസ് വാങ്ങി. എവിടെ നിന്നാണ് സഹോദരങ്ങളെ അത് ആരംഭം കുറിക്കുന്നത്? ഏതോ ഒരു മക്കാമിന്റെ അടുക്കൽ നിന്ന്. അവിടെ നിന്ന് മാല കെട്ടി പൂജിച്ച് വിളക്ക് കത്തിച്ചിട്ടാണ് അവിടുന്ന് ആ സാധനം കൊണ്ടുവരുന്നത്. ആ വണ്ടി വാങ്ങാൻ കിട്ടിയ കാശിന്റെ നന്ദിയും മക്കാമിൽ കിടക്കുന്നവൻ. ഇനി ആ വാഹനം ഓടി ഓരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിന്റെ നന്ദിയും അള്ളാഹു അല്ലാത്തവർക്ക്. സഹോദരങ്ങളെ, അള്ളാഹു പൊറുക്കാത്ത ഈ മഹാപാതകം ഇന്ന് എല്ലാ രംഗത്തും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിർക്ക് ധാരാളം ഇനങ്ങളായിക്കൊണ്ട് തന്നെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഏറ്റവും വലിയ മാരകമായ ഷിർക്കിൽ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്ക ഷിർക്കാണ്. അത് ഷിർക്കാണെന്ന് അസന്നിഗ്ധമായി ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ. യാതൊരു സംശയവുമില്ല. 4-5 ആൾക്കാരിങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വൈകുന്നേരം ഒരു 8 മണിക്ക്
തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി. എന്തെന്നാ അവിടെ പരിപാടി? അവിടെ പരിപാടി മത്സ്യം, രാവിലെ മത്സ്യം വിൽക്കാൻ വേണ്ടി വന്ന ആള് പറഞ്ഞു തന്ന കഥയാണ് ഞാൻ പറയുന്നത്. കുറച്ച് ആൾക്കാർ അപരിചിതമായ ഒരു വീട്ടിൽ കയറി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്ങൾക്ക് അന്ന് അവിടെ പരിപാടി? ഇന്നിവിടെ ആൾക്കാരൊക്കെ കാണുന്നു, ഭയങ്കരമായ വിഭവങ്ങളും സമൃദ്ധമായ സദ്യകളൊക്കെ. അപ്പൊ പറഞ്ഞു, ഇന്ന് അവിടെ കുത്തുബിയത്താണെന്ന്. എന്താ സഹോദരങ്ങളെ ഈ കുത്തുബിയത്ത്? ആളുകൾ എന്താ? ആൾ ചോദിച്ചു, എന്താണ് മൗലവി കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഞാൻ അതുവരെ കേട്ടിട്ടില്ല, പക്ഷെ ഇതിപ്പോ എന്താ പരിപാടി? അയാൾ കേൾക്കണം. അയാൾ ഇസ്ലാമിനെ കുറിച്ച് അടുത്ത കാലത്ത് പഠിച്ച് അത് ഉൾക്കൊണ്ട് വന്ന ഒരു സാധു മനുഷ്യനാണ്. അയാൾക്ക് ഇപ്പൊ എന്തൊക്കെ ദീനിച്ചാൽ അതൊക്കെ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതും ദീനാണെങ്കിൽ ചെയ്യാം, ദീനല്ലെങ്കിൽ ഒഴിവാക്കാൻ വെച്ചിട്ട് തുറന്ന മനസ്സോടെ ചോദിക്കണം. അപ്പൊ എന്താണ് ഈ കുത്തുബിയത്ത് എന്ന് വെച്ചു. സഹോദരങ്ങളെ, എന്താണ് കുത്തുബിയത്ത്? അള്ളാഹുവിന്റെ റസൂലിൽ അങ്ങനെ ഒരു പദം റസൂലുള്ള ഉച്ചരിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ? ഏതെങ്കിലും മദ്ഹബിന്റെ കിതാബിലോ ഇമാമിങ്ങളോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പുണ്യകർമ്മത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ്. പിന്നെ എന്താണ് ഈ പോയി ചെയ്യണത്? സഹോദരങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ നട്ടപ്പാതിരക്ക് ഇരുന്ന് പിന്നെ കുത്തുബിയത്ത് ചൊല്ലി 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 അവസാനം ആലോചിച്ച് നോക്കും നിങ്ങൾ. മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയെ പിൽക്കാലത്ത് വന്ന ബാഗ്ദാദിൽ മരിച്ചു മറവ് ചെയ്യപ്പെട്ട അനേകം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ശില്പിയായ ആ മഹാത്മാവിനെ വിളിക്കുക. ഒരു വട്ടാണെങ്കിൽ സഹിക്കുക, 1000 വട്ടം വിളിച്ച് 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 വിളക്ക് കെടുത്തി ഹാളിറാക്കുക. സഹോദരങ്ങളെ, ഈ ശിർക്ക് വീട് വീടാന്തരം നടന്ന് ചെയ്യുന്നത് എത്ര മാരകമായ അവസ്ഥയാണ്. അള്ളാന്റെ പള്ളി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? പള്ളി അള്ളാന്റെതാണ്, അവിടെ അള്ളാനല്ലാത്തവനെ വിളിക്കരുത് എന്നാണ്. എന്നിട്ട് ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് 1000 വട്ടം മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയെ വിളിക്കുന്നത്. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും ഹാളിറാക്കാനും വേണ്ടി എന്തിൻ്റെ നിങ്ങള് അദ്ദേഹത്തിന് വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി നിസ്കരിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എത്ര മാരകമാണ് ശിർക്കുകൾ സഹോദരങ്ങൾ. അതൊക്കെ സഹിക്കാൻ പൊറുപ്പിക്കാൻ 1/2 പേജ് ഖുർആൻ പോലും എടുത്ത് ഓതാത്ത ആളുകൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു കൊടുന്ന് തനിച്ച ശിർക്കിന്റെയും അതേപോലെ തന്നെ ബിദ്അത്തിന്റെയും വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന, പ്രവാചകനെ മദ്ഹ് ചെയ്യുന്ന ഏതാനും വരികൾക്ക് പുറമേ തെറ്റായ പദപ്രയോഗങ്ങളുടെ വരികളും അങ്ങനത്തെ ഏടുകളും എത്ര പുണ്യത്തോടെയാണ് വായിക്കപ്പെടുകയും ഓതുകയും ചെയ്തത്. ഇങ്ങനെ ശിർക്കുകളും ബിദ്അത്തുകളും നമ്മുടെ നാടിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അല്ലാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കൊടുത്ത ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ശിർക്കും വ്യത്യസ്തമായ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പലതായ രൂപത്തിൽ ശിർക്ക് നമ്മുടെ കാര്യങ്ങളിൽ വരാം എന്ന് പഠിപ്പിക്കുന്ന ധാരാളം വചനങ്ങളുണ്ട്. അള്ളാഹുവാണെ സത്യമെന്നേ പറയാൻ പറ്റില്ല. വേദക്കാരായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ ഒരിക്കൽ നബിയെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് നബിയോട് അവിടെ നേതാവായ പാതിരി സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിഅമൽ ഖൗമു അൻതും, നിങ്ങൾ എത്ര നല്ല ജനതയാണ്. ലൗലാ അന്നക്കും തുശ്രികൂൻ, നിങ്ങൾ ശിർക്കും കൂടെ ചെയ്യാതിരുന്നുവെങ്കിൽ. നബിനോടാ പറഞ്ഞത്, ശിർക്കും കൂടി നിങ്ങൾ ചെയ്യാതൊക്കെയാണെങ്കിൽ നിങ്ങൾ എത്ര നല്ല ജനങ്ങളാണെന്നാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അപ്പൊ പ്രവാചകൻ സുബ്ഹാനല്ലാഹ്, ശിർക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ പറയുന്നുണ്ട് കഅബയാണേ സത്യം എന്ന് പറയുന്നുണ്ട്. കഅബയാണേ സത്യം എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് നബി പറഞ്ഞു. നിങ്ങളത് പറയരുത്, നിങ്ങൾ റബ്ബുൽ കഅബ എന്ന് പറഞ്ഞോളൂ. കഅബയുടെ രക്ഷിതാവാണ് സത്യം എന്നേ പറയാവുന്ന. കഅബയാണ് സത്യം എന്ന് പറയുന്നത് പോലും ശിർക്കാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങള്, മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരിൽ സത്യം ചെയ്യുക, ബദരീങ്ങളെ പേരിൽ സത്യം ചെയ്യുക, ആരൊക്കെ പേരിലാണ് നമ്മൾ ആൾക്കാർ സത്യം ചെയ്യുന്നത്? അള്ളാഹുവാണേ സത്യം എന്നേ ഒരു മുസ്ലിം പറയാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ ശിർക്കാണ് സഹോദരങ്ങളെ. ഓടിപ്പോകുന്ന